Hi all, welcome to Sapphire Future Academy Board Booster Series. Today we are going to discuss about the topic solutions. Solutions എന്ന ടോപ്പിക്കിലെ ഓൾറെഡി 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇതിന്റെ തേർഡ് പാർട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റവോൾട്സ് ലോ, അതുപോലെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് വേപ്പർ പ്രഷർ? It is the pressure exerted by vapor on the surface layer of liquid at equilibrium between vapor and liquid. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കൂ. കണ്ടെയ്നറിൽ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. എ മാത്രമേ ഉള്ളൂ. നമ്മളതിനെ മെല്ലെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ നിന്ന് വേപ്പേഴ്സ് പുറത്തേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ മുഴുവനും എയുടെ വേപ്പേഴ്സ് മുകളിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ഈ കണ്ടെയ്നർ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ കണ്ടെയ്നർ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഈ എയുടെ വേപ്പേഴ്സ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ മുകളിലേക്ക് പോകുന്ന എയുടെ വേപ്പേഴ്സ് ഈ ലിക്വിഡിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷർ ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. എന്താണ് പറഞ്ഞത്? എ എന്ന് പറയുന്ന ഒരു ലിക്വിഡ്, ഒരു കമ്പോണന്റിനെ എടുത്തിരിക്കുന്നു, മെല്ലെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ എയുടെ വേപ്പേഴ്സ് ഉണ്ടാകുന്നു. ഈ ഉണ്ടാകുന്ന വേപ്പേഴ്സ് ആ ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷർ ഉണ്ട്. അതിനെയാണ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ വേപ്പർ ഓൺ ദ സർഫസ് ലെയർ ഓഫ് ലിക്വിഡ് അറ്റ് ഈക്വിലിബ്രിയം ബിറ്റ്വീൻ വേപ്പർ ആൻഡ് ലിക്വിഡ്. അപ്പോൾ ഒരു ഈക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്ത് തമ്മില്? വേപ്പറും ലിക്വിഡും തമ്മിൽ. ഇനി എന്തൊക്കെയാണ് വേപ്പർ പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമ്മൾ റവോൾട്ട് ലോ എന്ന് പറയുന്ന കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നേച്ചറാണ് പറയുന്നത്. A liquid with higher intermolecular attraction forces form less amount of vapor and hence lower vapor pressure and vice versa. എന്താണ് പറഞ്ഞിരിക്കുന്നത്? A liquid with higher intermolecular attraction, liquidsന് higher intermolecular attraction ഉണ്ടെങ്കിൽ, ലിക്വിഡ് തമ്മിൽ higher intermolecular attraction ഉണ്ടെങ്കിൽ form less amount of vapor. അവർ തമ്മിൽ ലിക്വിഡ് തമ്മിൽ ഹയർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പേഴ്സേ പുറത്തേക്ക് വരുള്ളൂ. ലെസ് എമൗണ്ട് ഓഫ് വേപ്പർ ആൻഡ് ഹെൻസ് ലോവർ വേപ്പർ പ്രഷർ. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെങ്കിലോ, ലിക്വിഡ് കമ്പോണന്റ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെങ്കിൽ ധാരാളം വേപ്പേഴ്സ് പുറത്തേക്ക് വരും. അതാണ് നേച്ചർ ഓഫ് ലിക്വിഡിനെ കുറിച്ച് പറയുന്നത്. വേപ്പർ പ്രഷർ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേപ്പർ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. വേപ്പർ പ്രഷർ എന്തായിരുന്നു? ഒരു കമ്പോണന്റിന്റെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഒരു ലിക്വിഡ് എടുത്തിരിക്കുന്നു, അതിനെ ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ വേപ്പേഴ്സ് പുറത്തേക്ക് വരുന്നു. ആ വേപ്പേഴ്സ് ആ ലിക്വിഡിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. വേപ്പർ പ്രഷറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നേച്ചർ എന്ന് പറയുന്ന ലിക്വിഡിന്റെ നേച്ചർ. ലിക്വിഡ് പാർട്ടിക്കിൾ തമ്മിൽ ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ലെസ് എമൗണ്ട് ഓഫ് വേപ്പേഴ്സ് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഇനി അടുത്ത ടെമ്പറേച്ചർ ആണ്. വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ വേപ്പർ പ്രഷറും കൂടുന്നു. എന്താണ് കാരണം? ടെമ്പറേച്ചർ കൂട്ടിയാൽ വേപ്പേഴ്സ് കൂടുതൽ വരുന്നു. വേപ്പേഴ്സ് കൂടുതൽ ഉണ്ടായാൽ ഡെഫിനറ്റ് ആയിട്ടും വേപ്പർ പ്രഷറും എന്തായിരിക്കും? കൂടുതലായിരിക്കും. This is because as temperature increases, kinetic energy of the molecule increases. Kinetic energy increase ചെയ്യുന്നു and hence more molecules leave the surface of the liquid and come into vapor phase. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ കൂടിയാൽ വേപ്പേഴ്സ് കൂടുതൽ ഉണ്ടാകുന്നു. വേപ്പേഴ്സ് കൂടുതൽ ഉണ്ടായാൽ ഡെഫിനറ്റ് ആയിട്ടും വേപ്പർ പ്രഷറും കൂടുന്നു. അടുത്ത കാര്യം പറയുന്നത് നോക്കൂ, റവോൾട്സ് ലോ ആണ്. അപ്പൊ റവോൾട്സ് ലോയിൽ എന്താണ് പറയുന്നതിന് മുമ്പ് നമ്മൾ 2 കമ്പോണന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്യുവർ, ഇത് അതിനകത്തേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 കണ്ടെയ്നർ ഞാൻ എടുക്കുന്നു. ആദ്യം നമ്മൾ വരച്ച പോലെ തന്നെ ഇതിന് എ എന്നും ഇതിനെ ബി എന്ന് ഞാൻ എടുത്തു. 2 കമ്പോണന്റ് ഉണ്ട്.
അതിനകത്ത് എയും ബിയുമാണ്. ഇത് എന്റെ ഇത് ബിന്റെ ആണെന്ന് വിചാരിക്കും. നമ്മൾ പതുക്കെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? എന്റെ വേപ്പേഴ്സ് മുകളിലേക്ക് വരുന്നു. എന്റെ വേപ്പേഴ്സ് മുകളിലേക്ക് വരുന്നുണ്ട്. ആ വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. അത് എന്താണ്? എന്റെ വേപ്പർ പ്രഷറാണ്. എന്താണ് പറഞ്ഞത്? എ എന്ന് പറയുന്ന കമ്പോണന്റ് എടുത്തിരിക്കുന്നു, ഹീറ്റ് ചെയ്യുമ്പോൾ എന്റെ വേപ്പേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ എന്റെ വേപ്പേഴ്സ് ആ ലിക്വിഡിന്റെ മുകളിൽ എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ മുകളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ P0A അല്ലെങ്കിൽ P0A എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ P0A എന്താണ്? പ്യുവർ എന്റെ വേപ്പർ പ്രഷർ ആണ്. നമ്മൾ സാധാരണഗതിയിൽ സോൾവെന്റ് ആണ് എ ആയിട്ട് പറയുന്നത്, ബി സൊല്യൂട്ട് ആണ് പറയുന്നത്. P0A എന്താണെന്ന് ചോദിച്ചാൽ എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ പ്യുവർ വേപ്പർ പ്രഷർ ആണ്. എങ്ങനെയാണ് എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ പ്യുവർ വേപ്പർ പ്രഷർ കിട്ടുക? എനെ ഒരു കണ്ടെയ്നറിൽ എടുക്കുക, അടച്ചു വെക്കുക, ദെൻ ഹീറ്റ് ചെയ്യുക. എന്തുണ്ടാകുന്നു? വേപ്പേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ വേപ്പേഴ്സ് ആ ലിക്വിഡിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അത് എന്റെ മാത്രം. കാരണം നമ്മൾ ആ കണ്ടെയ്നർ എ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് വൺ ബിയും ഇതുപോലെ തന്നെ സെയിം തിങ്. വെൻ വി ഹീറ്റ് ബിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക, എന്തുണ്ടാകുന്നു? വേപ്പേഴ്സ് മുകളിലേക്ക് വരുന്നു. ആ വേപ്പേഴ്സ് ബിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്യുവർ വേപ്പർ പ്രഷർ ബിന്റെ P0B എന്ന് പറയുന്നു. P0B എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് ബി, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് എ. അപ്പൊ ഈ കണ്ടെയ്നർ എ മാത്രമേ ഉള്ളൂ. അത് കാരണം അതിന്റെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടെയ്നറിൽ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ മാത്രമേ വേപ്പേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിന്റെ മാത്രമേ എന്തും ഉണ്ടാകുന്നുള്ളൂ? വേപ്പർ പ്രഷർ ഉണ്ടാകുന്നുള്ളൂ. P0A ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് അല്ലെങ്കിൽ P0A ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എ, P0B ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബി. ഇനി പ്യുവർ എന്റെ അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇത് പ്രഷർ എക്സേർട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ വേപ്പർ പ്രഷർ ഇത് സൊല്യൂട്ടും കൂടെ ചേർത്താണ് പറയുന്നത്. സൊല്യൂട്ടും കൂടെ ചേർത്ത കാര്യമാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ പറയുന്നത് എന്താണ്? റവോൾസ് ലോ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുന്നേക്കാൾ മുമ്പ് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അതിനകത്തേക്ക് പോവാം. ഇനി ഞാൻ കണ്ടെയ്നർ എടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് രണ്ട് കമ്പോണന്റ് ഉണ്ട്, എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കൂ. രണ്ടും കൂടി മിക്സ് ചെയ്തു. ഇനി അതിനെ മെല്ലെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിൻ്റെ അകത്തുനിന്ന് രണ്ടിന്റെയും വേപ്പേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടും നമ്മൾ എടുത്തിരിക്കുന്ന ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണന്റുകളാണ് എടുത്തിരിക്കുന്നത്. എന്താണ് വോളറ്റൈൽ കമ്പോണന്റ്? ഈസിലി വേപ്പറൈസബിൾ ആണ്. വേപ്പറൈസ് ചെയ്യാൻ, വേപ്പേഴ്സ് ആകാൻ കഴിവുള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോളറ്റൈൽ എന്ന് വിളിക്കുന്നത്. വേപ്പേഴ്സ് ആകാനായിട്ട് കപ്പാസിറ്റി ഉള്ളവയാണ് വോളറ്റൈൽ എന്ന് വിളിക്കുക. അപ്പൊ ടേക്ക് ടു കമ്പോണന്റ് ബോത്ത് ഹാവ് ടെൻഡൻസി ടു വോളറ്റൈൽ ആണ് രണ്ടും. സോ എ ആൻഡ് ബി രണ്ടും എടുത്തിട്ടുണ്ട്. ഒരു കണ്ടെയ്നറിൽ എ പ്ലസ് ബി രണ്ടും ഉണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടിന്റെയും വേപ്പേഴ്സ് മുകളിലേക്ക്, എന്റെയും വേപ്പേഴ്സ് മുകളിലേക്ക് വരുന്നുണ്ട്, ബിന്റെയും വേപ്പേഴ്സ് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് അപ്പോൾ പുറത്തേക്ക് വരുന്ന വേപ്പർ പ്രഷറിനെ PA എന്നും ബിന്റെ വേപ്പർ പ്രഷറിനെ PB എന്നും വിളിക്കും. അതിനെ നമ്മൾ P0A P0B അല്ല. കാരണം P0A എന്ന് പറഞ്ഞത് എന്റെ മാത്രം വേപ്പർ പ്രഷർ, ആ കണ്ടെയ്നറിൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. B0B അല്ലെങ്കിൽ P0B എന്ന് പറയുന്നത് ബിന്റെ മാത്രമാണ്, പ്യുവർ ബിന്റെ ആണ്. ഇത് മിക്സ് ചെയ്തേക്കാണ്, ഇത് സൊല്യൂഷൻ ആയപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്. സൊല്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോൾ ഹീറ്റ് ചെയ്തപ്പോൾ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോൾ എയും ബിയും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷൻ ആക്കി കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന എന്റെ വേപ്പർ പ്രഷർ നമ്മൾ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അതിനെ നമ്മൾ PA എന്നും, സൊല്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്ന എന്റെ വേപ്പർ പ്രഷർ PA എന്നും, സൊല്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്ന ബിന്റെ വേപ്പർ പ്രഷർ നമ്മൾ എന്തെന്ന് വിളിച്ചു? PB എന്നും വിളിച്ചു. ഇത് സൊല്യൂഷൻ ആണ്. മുന്നേ നമ്മൾ പറഞ്ഞത് പ്യുവർ ആണ്. പ്യുവർ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തേക്ക് വന്ന വേപ്പർ പ്രഷറിനെ P0A എന്നും, ബി മാത്രമേ ഉള്ളൂ അപ്പോൾ പുറത്തേക്ക് വന്ന വേപ്പർ പ്രഷറിനെ P0B എന്നും വിളിച്ചു. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു സൊല്യൂഷൻ. അത് സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. സൊല്യൂഷനായിട്ട് മാറുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? വേപ്പേഴ്സ് ഉണ്ടാകുന്നുണ്ട്. സൊല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വന്ന എന്റെ വേപ്പർ പ്രഷറാണ് PA. സൊല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വന്ന
ബിന്റെ വേപ്പർ പ്രഷറാണ് എന്ത് പി ബി എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ വേപ്പർ പ്രഷർ എന്തായിരിക്കും പി എ പ്ലസ് പി ബി ആയിരിക്കും. ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണ് പി എ പ്ലസ് പി ബി ആണ്. അപ്പൊ പി ടോട്ടൽ വേപ്പർ പ്രഷർ ഈക്വൽ ടു പി എ പ്ലസ് പി ബി എന്ന് എഴുതാം. നോക്കൂ, ഇനി എന്താണ് റവോൾട്സ് ലോ? റവോൾട്സ് ലോയിലേക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കിയേ മതിയാവും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ എന്ന് എഴുതാൻ പാടില്ലേ? അതായത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കണ്ടെയ്നറിൽ എന്റെ നമ്പർ ഓഫ് മോൾ കൂടുതലാണെന്ന് വിചാരിക്കൂ. ഖൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ടൈം ആണ്. നമ്പർ ഓഫ് മോൾ, ഖൈ എ മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾ ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. എന്റെ നമ്പർ ഓഫ് മോൾ കൂടുതലാണെന്ന് വിചാരിക്കൂ. എന്റെ നമ്പർ ഓഫ് മോൾ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പി എയും കൂടുതലായിരിക്കും. ബിന്റെ നമ്പർ ഓഫ് മോൾ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പി ബിയും കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനിൽ എന്റെ നമ്പർ ഓഫ് മോൾ കൂടുതലാണെങ്കിൽ എന്തും കൂടുതലായിരിക്കും? പി എയും കൂടുതലായിരിക്കും. ബിന്റെ നമ്പർ ഓഫ് മോൾ ആണ് കൂടുതലെങ്കിൽ പി ബിയും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ എന്നും അതുപോലെ പി ബി പ്രൊപ്പോർഷണൽ ടു പി ബി പ്രൊപ്പോർഷണൽ ടു ഖൈ ബി എന്നും എഴുതാം. എങ്ങനെയാണ്? പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ എന്നും അതുപോലെ പി ബി പ്രൊപ്പോർഷണൽ ടു ഖൈ ബി എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് റവോൾട്സ് ലോ എന്ന് വരാം. റവോൾട്സ് ലോ എന്താണ് പറഞ്ഞത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, നമ്മൾ എടുത്തിരുന്ന രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്, ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പി എ എന്താണ്? പി എനെ നമ്മൾ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നാണ് വിളിച്ചത്. പി എ എന്താണ്? എയും ബിയും മിക്സ് ചെയ്ത് കഴിഞ്ഞ സൊല്യൂഷനിൽ നിന്നും ഉണ്ടായ എന്റെ വേപ്പേഴ്സ് ആണ് പി എ. എയും ബിയും മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ബിന്റെ വേപ്പർ പ്രഷറാണ് എന്ത്? പി ബി. P0A and P0B. P0A means vapor pressure of the pure component. P0B means vapor pressure of the pure component. Vapor pressure of the pure component A, that is P0A. P0B means vapor pressure of the pure component B. After mixing two, I mean both A and B, vapors coming from the container, that is PA, A solution പുറത്തേക്ക് വന്ന എന്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ പി എ എന്നും സൊല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വന്ന ബിന്റെ വേപ്പർ പ്രഷർ നമ്മൾ എന്തെന്ന് വിളിച്ചു? പി ബി എന്നും വിളിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? വേപ്പർ പ്രഷർ ഓഫ് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നാണ് വിളിച്ചത്. അപ്പൊ നോക്കൂ, പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ, അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഖൈ എ. Already discussed what ഖൈ എ, number of mole of A increases, PA also increases. Number of mole of B increases, PB also increases. So it states that for a solution of volatile liquids, the partial vapor pressure of each component of the solution is directly proportional to its mole fraction present in the solution. അതിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളത്. Okay, the Revolt's law states that for a solution of two volatile liquids, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്, the vapor pressure of each liquid in the solution is less than the respective vapor pressure of the pure liquids, and the equilibrium partial vapor pressure of it is directly proportional to its mole fraction. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി രണ്ട് കമ്പോണന്റ് എടുത്തു, both A and B. PA proportional to ഖൈ എ or PA, proportionality sign, we can remove a constant called K. K എന്നാണ് നമ്മൾ ഓൾറെഡി പറയാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ്? പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ ആൻഡ് പി ബി പ്രൊപ്പോർഷണൽ ടു ഖൈ ബി. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ കളയാനാണ് ഇവിടെ കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഖൈ എ എന്താണ്? ഖൈ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ, അതായത് നമ്പർ ഓഫ് മോൾ ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് എന്ത്? ഖൈ എ, അതായത് എൻ എ ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇനി നമ്മൾ ഈ കോൺസ്റ്റന്റിനെ റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്താണെന്ന് നോക്കാം. പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ, അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പി ബി പ്രൊപ്പോർഷണൽ ടു ഖൈ ബി എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കെയിനെ ഒന്ന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. കെ എന്താണെന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പി എ പ്രൊപ്പോർഷണൽ ടു ഖൈ എ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ റിമൂവ് ചെയ്തൊരു കോൺസ്റ്റന്റ് വെച്ചിട്ടാണ്, അത് കെ എന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്. ആ കെയുടെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം?
ഈക്വൽ ടു P0A ഖൈ എ. അതുപോലെ PB പ്രൊപ്പോർഷണൽ ടു ഖൈ ബി. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? PB ഈക്വൽ ടു P0B ഖൈ ബി എന്ന് കൊടുക്കാം. P0Bയും P0Aയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എ എന്ന് പറയുന്ന പ്യുവർ കമ്പോണന്റ് വേപ്പർ പ്രഷർ ആണ് P0A. ബി എന്ന് പറയുന്ന പ്യുവർ കമ്പോണന്റ് വേപ്പർ പ്രഷർ ആണ് P0B. So we can write PA proportional to chi A. We can remove the proportionality sign using a constant, that is P0A. PA equal to P0A chi A. PB equal to P0B chi B. നമുക്ക് ടോട്ടൽ എഴുതാം എങ്ങനെ? P total equal to P0A chi A plus P0B chi B. P0A chi A plus P0B chi B. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. P total equal to PA plus PB, P0A chi A plus P0B chi B. ഇനി എങ്ങനെയാണ് ഈ ഫോമിലേക്ക് അത് മാറിയിരിക്കുന്നത് പറഞ്ഞാൽ, നമുക്കറിയാം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 2 കമ്പോണന്റേ ഉള്ളൂ. 2 അല്ല, എത്ര കമ്പോണന്റ് ഉണ്ടെങ്കിലും ഓൾ കമ്പോണന്റിന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് കൺസിഡേർഡ് ആസ് 1. ഓക്കെ, അതായത് 2, 3, 4 കമ്പോണന്റ് ഉണ്ടെങ്കിലും ഓൾ കമ്പോണന്റിന്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മോൾ ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ 1 ആകില്ല. എപ്പോഴും 1 അല്ലെങ്കിൽ 1ന്റെ താഴെ മോൾ ഫ്രാക്ഷൻ നിൽക്കുള്ളൂ. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 ആയിരിക്കും. അതായത് ഖൈ എ പ്ലസ് ഖൈ ബി, 2 കമ്പോണന്റ് ഉണ്ട്. ഖൈ എ പ്ലസ് ഖൈ ബി ഈക്വൽ ടു 1. ഓക്കെ, അതിന് നമുക്ക് ഖൈ എ ഈക്വൽ ടു 1 മൈനസ് ഖൈ ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഖൈ ബി ഈക്വൽ ടു 1 മൈനസ് ഖൈ എ എന്നും എഴുതാം. ഖൈ ബി ഈക്വൽ ടു 1 മൈനസ് ഖൈ എന്ന് എഴുതാം. ഏത് വേണമെങ്കിലും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നുകിൽ ഖൈ എയുടെ പ്ലേസിൽ 1 മൈനസ് ഖൈ ബി കൊടുക്കുക, അല്ലെങ്കിൽ ഖൈ ബിയുടെ പ്ലേസിൽ 1 മൈനസ് ഖൈ എ എന്ന് കൊടുത്താൽ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാണ്? P total equal to P0A plus P0B minus P0A into ഖൈ ബി ഇൻറ്റു ഖൈ ബി. എന്താ കാണിച്ചിരിക്കുന്നത്? ഒന്നുകിൽ ഖൈ എയുടെ പ്ലേസിൽ 1 മൈനസ് ഖൈ ബി കൊടുക്കുക, അല്ലെങ്കിൽ ഖൈ ബിയുടെ പ്ലേസിൽ 1 മൈനസ് ഖൈ എ എന്ന് കൊടുത്താൽ നമുക്ക് അത് കൊടുക്കുന്ന അനുസരിച്ച് മാറും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഖൈ എ മാറ്റിയിട്ടാണ് 1 മൈനസ് ഖൈ ബി കൊടുത്തേക്കണേ. ഖൈ ബി മാറ്റിയിട്ട് 1 മൈനസ് ഖൈ എ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഖൈ എ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ സിമ്പിൾ വ്യത്യാസങ്ങൾ മാത്രമേ വരുള്ളൂ. ഏതായാലും എങ്ങനെ വേണമെങ്കിലും പഠിച്ചാൽ മതി, നോ പ്രോബ്ലം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ റവോൾട്സ് ലോയുടെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. റവോൾട്സ് ലോയുടെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ? സാധാരണ ഗ്രാഫിൽ നമുക്ക് ഒരു എക്സ് ആക്സും ഒരു വൈ ആക്സും കാണുള്ളൂ. അതേസമയം ഇവിടെ 2 വൈ ആക്സും ഒരു എക്സ് ആക്സുമാണ് ഉള്ളത്. അപ്പോൾ റവോൾ ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. PA പ്രൊപ്പോർഷണൽ ടു ഖൈ എ. പ്രൊപ്പോർഷണാലിറ്റി സൈനെ കളയാൻ കൊടുത്ത കോൺസ്റ്റന്റ് ആയിരുന്നു എന്ത്? P0A. സോ PA ഈക്വൽ ടു P0A ഖൈ എ, PB ഈക്വൽ ടു P0B ഖൈ ബി. P ടോട്ടൽ ഈക്വൽ ടു P0A ഖൈ എ പ്ലസ് P0B ഖൈ ബി. ഇനി ഈ ഒരു കൺസെപ്റ്റിനെ വെച്ചിട്ടാണ് റവോൾട്സ് ലോയുടെ ഗ്രാഫ് വെച്ചേക്കുന്നത്. ഇവിടെ ഖൈ എ 1ഉം ഇവിടെ ഗ്രാഫ് ശ്രദ്ധിക്കാം. ഇത് എക്സ് ആക്സിസ്, സോറി വൈ ആക്സിസ് ആണ്. ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൽ നമ്മൾ മോൾ ഫ്രാക്ഷനും വൈ ആക്സിൽ നമ്മൾ വേപ്പർ പ്രഷറുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. ഇത് മോൾ ഫ്രാക്ഷൻ ആണെന്നും, എക്സ് ആക്സിൽ ഇത് മോൾ ഫ്രാക്ഷൻ ആണ്, ഇത് മോൾ ഫ്രാക്ഷനും അതുപോലെ ഇത് വേപ്പർ പ്രഷറുമാണ് കാണിച്ചിരിക്കുന്നത്. വേപ്പർ പ്രഷർ. ഇനി ഇവിടെ ഖൈ എ 1 എന്നും ഇവിടെ ഖൈ ബി 0 എന്നും കൊടുത്തു. അതുപോലെ അടുത്ത സൈഡിൽ ഖൈ എ ഈക്വൽ ടു 0 ആൻഡ് ഖൈ ബി ഈക്വൽ ടു 1. ഖൈ എ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഖൈ എ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താണ്? എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അവിടെ എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞ കമ്പോണന്റ് ഇല്ല. എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ എന്തു മാത്രമേ ഉള്ളൂ? എന്റെ വേപ്പർ പ്രഷർ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ കണ്ടെയ്നർ ഉള്ളൂ എങ്കിൽ എന്തു മാത്രമേ ഉള്ളൂ? അതിന്റെ മാത്രം വേപ്പർ പ്രഷർ ഉണ്ടാവുള്ളൂ. എ എന്ന് പറയുന്ന കമ്പോണന്റ് പ്യുവർ വേപ്പർ പ്രഷർ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്ന കമ്പോണന്റ് പ്യുവർ വേപ്പർ പ്രഷർ നമ്മൾ എന്ത് വെച്ചാണ് ഡിനോട്ട് ചെയ്തത്? P0A. അപ്പൊ ഇത് P0A ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടെ P0A എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ആരോ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് P0A.
അപ്പൊ ഇവിടെ നേരെ നമുക്ക് എന്ത് കൊടുക്കാം? P0A. എങ്ങനെയാണ് അവിടെ P0A വന്നത്? ഇവിടെ ഖയ്യെ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മാത്രം മോൾ ഫ്രാക്ഷൻ ഉള്ളൂ, അതായത് അത് മാത്രമേ ഉള്ളൂ, ഖൈ ബി ഇല്ല. ഇനി ഇങ്ങോട്ട് വരുന്നതോറും എന്താ സംഭവിക്കുന്നത്? ഖയ്യെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അവസാനം ഖയ്യെ ഇല്ലാതെ വരുന്നു. ഇനി ഇങ്ങോട്ട് വരുന്ന ഖൈ ബി എന്താണ്? ഇൻക്രീസ് ചെയ്ത് വരുന്നു, ഖൈ ബി അത് മാക്സിമം ആയി. അപ്പൊ റൈറ്റ് സൈഡിലായപ്പം ഖയ്യെ 0യും ഖൈ ബി 1ഉമായി. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഖൈ ബി മാത്രമേ ഉള്ളൂ, ഖയ്യെ ഇല്ല. അപ്പൊ എന്താണ്? ഖൈ ബി മാത്രമേ ഉള്ളെങ്കിൽ ഖൈ ബിയുടെ മാത്രം എന്തുണ്ടാവുള്ളൂ? ബിന്റെ മാത്രം വേപ്പർ പ്രഷർ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ P0B എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് P0B ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നേരെ തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഗ്രാഫ് അപ്പം P0B ഇവിടെയും P0A ഇവിടെയും വരുന്നേ ഉള്ളൂ. ഇനി നേരെ വരയ്ക്കരുത്, എപ്പോഴും അങ്ങനെ ചെരിഞ്ഞാണ് വരയ്ക്കാവുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? ഖയ്യെ = 1, ഇവിടെ P0A. ഇനി എ എന്ന് പറയുന്ന എന്റെ വേപ്പർ അല്ലെങ്കിൽ എന്റെ നമ്പർ ഓഫ് മോള് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അങ്ങനെയാണ് 0 വന്നിരുന്നത്. അപ്പൊ ബി അതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബി കൂടി കൂടി വരുന്നു. അപ്പൊ എന്ത് പറ്റുന്നു? എ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ അതാണ് ഗ്രാഫ് താഴത്തേക്ക് വരച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, എ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതാണ് ഗ്രാഫ് താഴത്തേക്ക് വെച്ചേക്കണേ. ഇനി ഇവിടെ ബി കൂടിയില്ലേ, അതാണ് ഇവിടെ കൂടി കൂടി വന്നേക്കണേ. ഓക്കെ, ഒറ്റ ഗ്രാഫിൽ തന്നെ ഒരുമിച്ച് കാണിച്ചിരിക്കുന്നു. ഇവിടെ എ മാത്രമേ ഉള്ളൂ, എ കുറയുന്നു. എ കുറയുമ്പോൾ എന്തും കുറയും? അതിന്റെ വേപ്പർ പ്രഷറും കുറയും. അപ്പൊ ഇത് PA, ബി കൂടുന്നു, അപ്പൊ അതിന്റെ വേപ്പർ പ്രഷറും കൂടുന്നു. അപ്പൊ എന്തായി? PB. അതാണ് ഇവിടെ PA എന്നും PB എന്നും കാണിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ ആണ്. നമ്മൾ എയിനകത്തേക്ക് ബി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിന്റെ എന്ത് കൂടുന്നുണ്ട്? വേപ്പർ പ്രഷർ കൂടുന്നുണ്ട്. സൊല്യൂഷൻ ആണ്, അതുകൊണ്ടാണ് അത് PAയും PBയുമായിട്ട് മാറിയേക്കണം. PA എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വന്ന എന്റെ വേപ്പർ പ്രഷർ, PB മീൻസ് സൊല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വന്ന ബിന്റെ വേപ്പർ പ്രഷർ. അങ്ങനെയാണ് ഈ ഗ്രാഫ് വന്നേക്കുന്നത്. ഇവിടെ P ടോട്ടൽ PA + PB. ഇതാണ് റവോൾസ് ലോയുടെ ഗ്രാഫ്. വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് റവോൾ ലോ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻട്രീസ് ലോ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. റവോൾ ലോ, ഹെൻറി ലോ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണന്റ് P പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? മോൾ ഫ്രാക്ഷൻ. അവിടെ പാർഷ്യൽ പ്രഷറിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈനെ കളയാൻ നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ KH × X എന്നായിരുന്നു, KH × ഖൈ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞതോ P പാർഷ്യൽ വേപ്പർ പ്രഷർ of the component A is directly proportional to P0A ഖയ്യെ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. അതുപോലെ PB proportional to PB equal to not proportional to PB equal to P0B ഖൈബി. ഇനി എപ്പോഴാണ് ഇത് സ്പെഷ്യൽ കേസ് ആവുന്നത്? നോക്കൂ, ഇത് പ്രഷറാണ്, ഇതും പ്രഷറാണ്, ഇതും മോൾ ഫ്രാക്ഷൻ ആണ്, ഇതും മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇത് എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? എപ്പോഴാണോ KHഉം P0Aയും ഈക്വൽ ആകുന്നത്, ആ കണ്ടീഷനിൽ എന്താകുന്നുണ്ട്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു. അപ്പോഴേ ഇത് എന്താവുള്ളൂ? ഹെൻറി ലോയും റവോൾ ലോയും എപ്പോഴാണ് ഈക്വൽ ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിക്കവാറും ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. റവോൾസ് ലോ ബിക്കം സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. എപ്പോഴാണ് KHഉം P0Aയും എപ്പോഴാണോ ഈക്വൽ ആവുന്നത്, അപ്പൊ ഇതെന്താവുന്നു? ഈക്വലൈസ് ചെയ്യുന്നു. നോക്കൂ, KH = P01 in Henry's law, Raoult's law become a special instant of Henry's law. നമ്മൾ പറഞ്ഞു തന്നെ P01 എന്ന് കൊടുത്തിരിക്കുന്ന P0Aക്ക് പകരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് P0A എന്നാണ്. ചില ബുക്കുകളിൽ P01 എന്നും കാണാറുണ്ട്. എപ്പോഴാണോ KHഉം P01ഉം ഈക്വൽ ആകുന്നത്, അപ്പൊ റവോൾ ലോയും ഹെൻറീസ് ലോയും എന്താവും? ഈക്വൽ ആകുന്നു. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. റവോൾസ് ലോ അനുസരിച്ച് P is the partial pressure, Chi is the mole fraction, P0 is the vapor pressure of the pure component. അതുപോലെ ഹെൻറി ലോ അനുസരിച്ച് P is the pressure ആണ്, Chi mole fraction ആണ്, KH എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കൺക്ലൂഡ് ചെയ്തേക്കണം ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴാണോ KHഉം ഇതും ഈക്വൽ ആകുന്നത് അപ്പോഴാണ് എന്താകുന്നത്? റവോൾസ് ലോ ഒരു സ്പെഷ്യൽ കേസ് ഹെൻറീസ് ലോ പോലെ ആകുന്നത്. അടുത്തത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആണ്. സോളിഡ്സ് ലിക്വിഡ്സിൽ ഇട്ടേക്കണം. നമ്മൾ ആദ്യം എടുത്തത് 2 ലിക്വിഡ് കമ്പോണന്റ് ആയിരുന്നു. അത് രണ്ടും വോളറ്റൈൽ ആണ്. ഇത് സോളിഡ് വോളറ്റൈൽ അല്ല, അത് നോൺ വോളറ്റൈൽ ആണ്. ലിക്വിഡ് ആണ് വോളറ്റൈൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി പ്യുവർ ലിക്വിഡ്, ദ എൻറ്റയർ സർഫസ് ഈസ് ഒക്യുപ്പൈഡ് ബൈ ദ മോളിക്യൂൾസ് ഓഫ് ദ ലിക്വിഡ്. ഇൻ എ സൊല്യൂഷൻ ദ സർഫസ് ഹാസ് മോളിക്യൂൾസ് ഓഫ് ബോത്ത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു 2 കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിക്കൂ. 2 കണ്ടെയ്നർ എടുത്തു. ഇതിനകത്ത്
പ്യുവർ ആയിട്ടുള്ള എ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ എന്റെ മാത്രം വേപ്പേഴ്സ് അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ സർഫസിൽ എ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മാത്രം വേപ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അവിടെ വേപ്പേഴ്സ് മുഴുവൻ എന്റെ ആയിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എ എന്ന് പറയുന്ന കമ്പോണന്റിനകത്തേക്ക് ബി എന്ന് പറയുന്ന നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോളിഡ് ഇട്ടു എന്ന് വിചാരിക്കൂ. നോൺ വോളറ്റൈൽ സോളിഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരുന്ന വേപ്പേഴ്സ് കുറവായിരിക്കും. കാരണം ഇത് എന്താണ്, വേപ്പർ പ്രഷർ അല്ലെങ്കിൽ അത് വോളറ്റൈൽ അല്ല. നമ്മൾ ഇട്ട് കൊടുത്ത ബി എന്തല്ല, വോളറ്റൈൽ അല്ല. പുറത്തേക്ക് വന്നത് എന്റെ മാത്രം വേപ്പേഴ്സ് ഉണ്ടാവുള്ളൂ. എന്റെ മാത്രം വേപ്പേഴ്സ് മാത്രമല്ല, അവിടെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. കാരണം ബി ഒട്ടും വോളറ്റൈൽ അല്ലാത്ത കാരണം, അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബി ഒട്ടും വോളറ്റൈൽ അല്ല, അത് കാരണം എന്റെ വേപ്പർ പ്രഷർ അവിടെ കുറവായിരിക്കും. ഇനി നോക്കൂ, ഒന്നുകൂടെ പറയാം. ഇനി പ്യുവർ ലിക്വിഡ് ദ എൻറ്റയർ സർഫസ് ഈസ് ഓക്യുപ്പൈഡ് ബൈ ദ മോളിക്യൂൾസ് ഓഫ് ദ ലിക്വിഡ്. ഇൻ എ സൊല്യൂഷൻ ദ സർഫസ് ഹാസ് മോളിക്യൂൾ ഓഫ് ബോത്ത്. ഇപ്പൊ ഈ സർഫസ് എടുത്താൽ എന്താണ്, രണ്ട് കമ്പോണന്റിന്റെയും രണ്ടിന്റെയും എന്തുണ്ടാവും, കമ്പോണന്റ് ഉണ്ടാവും സർഫസിനകത്ത്. ഹെൻസ് ദ ഫ്രാക്ഷൻ ഓഫ് ദി സർഫസ് കവേർഡ് ബൈ സോൾവെന്റ് മോളിക്യൂൾസ്. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസ് ഇവിടെ നോക്കിയാൽ ഈ സർഫസിൽ മുഴുവനും എന്തായിരുന്നു, സോൾവെന്റ് മോളിക്യൂൾ ആയിരുന്നു. അതേസമയം ഈ സൊല്യൂഷൻ എടുത്തപ്പോൾ ആ സൊല്യൂഷന്റെ സർഫസിൽ എന്തുണ്ട്, സോൾവെന്റും സൊല്യൂട്ടും ഉണ്ട്. ഓക്കെ, as a consequence the number of solvent molecule escaping from the surface gets reduced. അപ്പൊ ഈ എൻറ്റയർ ഈ സൊല്യൂഷന്റെ കേസിലാണ് പറയുന്നത്. സൊല്യൂഷന്റെ കേസിൽ ഈ ബൾക്കിൽ നിന്നും ഈ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ, എ ഇവിടെ എന്താണ്, വോളറ്റൈൽ ആണ്, ബി നോൺ വോളറ്റൈൽ ആണ്. ശ്രദ്ധിക്കൂ, ഒന്നുകൂടെ പറയുന്നു, എ വോളറ്റൈൽ ആണ്, ബി നോൺ വോളറ്റൈൽ ആണ്. രണ്ട് കമ്പോണന്റും ഉണ്ട്, എ ആൻഡ് ബി. സർഫസിൽ എന്റെയും ബിന്റെ, ഞാൻ ഡാർക്കൻ ചെയ്ത് വരയ്ക്കുന്നത് ബിന്റെ ആണ്. സർഫസിൽ എന്റെയും ബിന്റെയും എന്തുണ്ടാവും, കമ്പോണന്റ് കിടപ്പുണ്ടാവും. അപ്പൊ ഈ ബൾക്കിൽ നിന്നും എ മാത്രമേ ഉള്ളുവെങ്കിൽ, ഒരു കണ്ടെയ്നറിൽ എ മാത്രമേ ഉള്ളുവെങ്കിൽ എന്റെ മാത്രം വേപ്പേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഇനി നോൺ വോളറ്റൈൽ ആയിട്ടുള്ള വെൻ വി ആഡ് എ നോൺ വോളറ്റൈൽ സോളിഡ് എന്ത് സംഭവിക്കുന്നു, വേപ്പർ പ്രഷർ കുറയുന്നു. എന്താണ് അതിന്റെ കാരണം, ഇതിന്റെ സർഫസിൽ അപ്പോൾ കൂടുതലും സർഫസിൽ സോൾവെന്റിന്റെ ഒപ്പം തന്നെ എന്ത് കാണും, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടി കാണും. അതായത് എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ ഒപ്പം തന്നെ ഇത് എ ആണെങ്കിൽ ഇത് ബി ആണ്, അതിന്റെ കൂടെ എന്തും കാണും, ബി എന്ന് ഇപ്പം ഉണ്ടാവും. ബി സർഫസിലുള്ളത് കാരണം എന്റെ വേപ്പേഴ്സിന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല, അത് കുറയുന്നു. ബിക്കോസ് ബി ഈസ് നോൺ വോളറ്റൈൽ. ശ്രദ്ധിക്കൂ, വേപ്പർ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ്. The decrease in vapor pressure of solvent depends upon the quantity of non-volatile solute. അപ്പൊ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്, ഇട്ട് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് ബി ഈസ് നോൺ വോളറ്റൈൽ, ബി സോളിഡ് ആണ്, അത് നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ അതിന്റെ നേച്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, ഇട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ്. ഒരുപാട് സൊല്യൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേപ്പേഴ്സ് കുറവായിരിക്കും. കുറച്ച് സൊല്യൂട്ടേ ഇട്ട് കൊടുത്തിട്ടുള്ളൂവെങ്കിൽ പുറത്തേക്ക് വരുന്നത്, കാരണം ബീന് അവിടെ എന്തില്ല, വേപ്പേഴ്സ് ഉണ്ടാകില്ല. ബി ഒരു നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ എന്തിരുന്നാൽ പോലും എ ബി രണ്ട് കമ്പോണന്റ് ഉണ്ട്. ബി നോൺ വോളറ്റൈൽ ആണെങ്കിൽ എന്തായാലും എന്റെ മാത്രം വേപ്പേഴ്സേ വരുള്ളൂ, ബിന്റെ വരില്ല. അപ്പൊ കുറച്ചു മാത്രം ബി എ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ, കുറച്ചു മാത്രം ബി ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ എന്റെ വേപ്പേഴ്സ് കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. ധാരാളം ബി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ വേപ്പേഴ്സ് എന്തായിരിക്കും, കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പം ഇട്ട് കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതല്ലാതെ നേച്ചറിനെ അല്ല. ബിക്കോസ് ബി ഈസ് എ നോൺ വോളറ്റൈൽ കമ്പോണന്റ്. നമ്മൾ നോൺ വോളറ്റൈൽ കമ്പോണന്റ് ആഡ് ചെയ്തിരിക്കുന്നത്, കുറച്ച് ലിക്വിഡ്, കുറച്ച് സൊല്യൂട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളൂവെങ്കിൽ കുറച്ചും കൂടി വേപ്പർ പ്രഷർ ഉണ്ടാകുന്നു. നോർമലി ഉള്ള പ്യുവറിനേക്കാൾ കുറവായിരിക്കും. ഇനി കുറെ അധികം ഇട്ട് കൊടുത്താൽ പിന്നെയും വേപ്പർ പ്രഷർ. നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുതൽ കൊണ്ടുവന്നാൽ പുറത്തേക്ക് വരുന്ന വേപ്പേഴ്സ് കുറഞ്ഞു വേപ്പേഴ്സ് കുറവായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷറും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ഗ്രാഫ് കിടക്കുന്നത് ഒരു സൈഡിലേക്ക് മാത്രമാണ്. നമ്മൾ രണ്ട് സൈഡിലേക്കുമാണ് സാധാരണ റവോൾസ്റ്റോയുടെ ഗ്രാഫ്. ഇത് ഒരു സൈഡിലേക്ക് മാത്രമേ അത് വരച്ചിട്ടുള്ളൂ. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. കാരണം ഒരു കമ്പോണന്റിനെ മാത്രം വേപ്പേഴ്സേ പുറത്തേക്ക് വരുന്നുള്ളൂ. രണ്ട് കമ്പോണന്റിനെ വരണമെങ്കിൽ രണ്ടും വോളറ്റൈൽ ആയിരിക്കണം. ഇത് വൺ ഓഫ് ദ കമ്പോണന്റ് ഈസ് നോൺ വോളറ്റൈൽ. സോ ദ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ലിക്വിഡ് കമ്പോണന്റ്.
ഇനി അതുപോലെ ഇട്ട് കൊടുക്കുന്ന സൊല്യൂട്ടിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും, അതല്ലാതെ ഈ എമൗണ്ടിനെ അല്ല. ഇപ്പം നമ്മൾ എമൗണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതല്ലാതെ നേച്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. യൂറിയ 60 ഗ്രാമോ ഒരു കണ്ടെയ്നറിൽ 60 ഗ്രാം യൂറിയ നമ്മൾ ഇട്ട് കൊടുത്തു, മറ്റൊരു കണ്ടെയ്നറിൽ 80 ഗ്രാം യൂറിയ ഇട്ട് കൊടുത്തെങ്കിൽ വേപ്പർ പ്രഷർ ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചാൽ അത് 60 ഗ്രാമിനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 60 ഗ്രാം യൂറിയ ആഡ് ചെയ്ത് കൊടുത്ത സൊല്യൂഷനിലായിരിക്കും വേപ്പർ പ്രഷർ കൂടുതൽ. കാരണം നമ്മുടെ അവിടെ ലെസ് ക്വാണ്ടിറ്റി യൂറിയ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് വേപ്പർ പ്രഷർ ഉണ്ടാവുന്നത്, അതല്ലാതെ നേച്ചറിനെ അല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ദാറ്റ് ഒബേ റവോൾസ് ലോ. റവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ സൊല്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. അതായത് എന്തായിരുന്നു റവോൾസ് ലോ? PA proportional to PA equal to P0A chi A, PB equal to P0B chi B. ഇനി P total equal to PA plus PB. അതുപോലെ ഡെൽറ്റ V mixing equal to 0, ഡെൽറ്റ H മിക്സിംഗ് ഈക്വൽ ടു 0. അതുപോലെ AA മോളിക്കുലാർ ഇന്ററാക്ഷൻ, BB മോളിക്കുലാർ ഇന്ററാക്ഷൻ ആൻഡ് AB മോളിക്കുലാർ ഇന്ററാക്ഷൻ ഓൾ ആർ സെയിം. ഇത്രയുണ്ടെങ്കിലേ നമ്മൾ എന്ത് വിളിക്കുകയുള്ളൂ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുകയുള്ളൂ. ഐഡിയൽ സൊല്യൂഷന്റെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ കിടപ്പുണ്ട്. ഡെൽറ്റ H മിക്സിംഗ്, ഡെൽറ്റ V മിക്സിംഗ് ഈക്വൽ ടു 0. അതുപോലെ AA മോളിക്കുലാർ ഇന്ററാക്ഷൻ, BB മോളിക്കുലാർ ഇന്ററാക്ഷൻ എല്ലാം ഒരുപോലെ, AA BB ആൻഡ് AB മോളിക്കുലർ ഇന്ററാക്ഷൻ എല്ലാം ഒരുപോലെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ്? PA ഈക്വൽ ടു P0A chi B നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, PB നമ്മൾ ഡിസ്കസ് ചെയ്താണ്, P ടോട്ടലുമാണ്. ഇനി ഡെൽറ്റ വിയും ഡെൽറ്റ H മിക്സിങ്ങും എന്താണ്? ഡെൽറ്റ V മിക്സിംഗ് എന്ന് പറഞ്ഞാൽ AB രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളൊരു 10 ലിറ്റർ Aയും 10 ലിറ്റർ Bയും കൂടി ആഡ് ചെയ്യുമ്പോൾ 20 ലിറ്ററേ വരാവുള്ളൂ. 20 ലിറ്റർ, അതായത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വോളിയം ചേഞ്ചുകളൊന്നും വരാൻ പാടില്ല. അത് 21 അല്ലെങ്കിൽ 19 ഒന്നും ആകില്ല. പിന്നെ എങ്ങനെയാകും നമുക്ക് ചിന്തിക്കാം. അത് ഇതല്ലാതെ നോൺ ഐഡിയൽ സൊല്യൂഷൻ വരുമ്പോൾ നമുക്ക് പറയാം എങ്ങനെയാണ് ആകുന്നതെന്ന്. ഐഡിയൽ സൊല്യൂഷനിൽ ഇതൊന്നും വരില്ല. എന്താണ്? 20 ലിറ്റർ എയും 20 ലിറ്റർ ബിയും ആഡ് ചെയ്ത് കൊടുത്താൽ 40 ലിറ്ററേ ആവുള്ളൂ. അല്ലെങ്കിൽ 10 ലിറ്റർ എയും 10 ലിറ്റർ ബിയും ആഡ് ചെയ്താൽ ഫൈനലി 20 ലിറ്ററേ വരാവുള്ളൂ. അതിൽ കൂടാനോ അതിൽ കുറയാനോ പാടില്ല. അതുപോലെ ഡെൽറ്റ H മിക്സിംഗ് ആൻഡ് ഡെൽറ്റ V മിക്സിംഗ്, എനർജി ഡെൽറ്റ H മിക്സിംഗ് ആൻഡ് ഡെൽറ്റ V മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H മീൻസ് എൻതാൽപ്പിയാണ്, എൻതാൽപ്പി ഡിഫറൻസ്. എക്സോതെർമിക്കോ എൻഡോതെർമിക്കോ, എയും ബിയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എക്സോതെർമിക്കോ എൻഡോതെർമിക്കോ ആകാൻ പാടില്ല. അതും ഒരു ക്രൈറ്റീരിയയാണ് ഏതിന്റെ? ഐഡിയൽ സൊല്യൂഷന്റെ. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Those solutions in which solute and solvent, അതായത് AA BB interactions are almost similar to AB. മിക്സ് ചെയ്ത് കഴിയുമ്പോഴും സെയിം ആണ് ആകാവുള്ളൂ, മാറരുത്. അതുപോലെ ഇതെല്ലാം ഒബേ ചെയ്യുന്നവയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ബെൻസീനും ടോളുവിനും എക്സാമ്പിൾ ആണ്. നോർമൽ ഹെക്സൈൻ, നോർമൽ ഹെപ്റ്റൈൻ, ഈഥൈൽ അയഡൈഡ്, ഈഥൈൽ ബ്രോമൈഡ്, ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ ഒക്കെ ഐഡിയൽ സൊല്യൂഷനുകൾ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്ത് നോൺ ഐഡിയൽ സൊല്യൂഷൻ കാണും അല്ലേ? അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാ നോക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒബേ ചെയ്യാത്തത്, അതായത് ഡെൽറ്റ H മിക്സിംഗ് PA നോട്ട് ഈക്വൽ ടു ഇങ്ങനെയാണ് വരിക. PA നോട്ട് ഈക്വൽ ടു P0A chi A, അതുപോലെ PB നോട്ട് ഈക്വൽ ടു P0B chi B. ഇനി P total not equal to P0A plus P0B, P total not equal to PA plus PB. അതുപോലെ ഡെൽറ്റ H മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ V മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. അതായത് ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നു, ആഡ് ചെയ്യുമ്പോൾ എനർജി ഡിഫറൻസ് വരുന്നു, ആഡ് ചെയ്യുമ്പോൾ വോളിയം ഡിഫറൻസ് വരുന്നു. അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് എന്ത് വിളിക്കുക? നോൺ ഐഡിയൽ സൊല്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷനുകൾ രണ്ട് രീതിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷനും ഇനി ഒന്ന് നെഗറ്റീവ് ഡീവിയേഷനും. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ എങ്ങനെയാണെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ PA ഗ്രേറ്റർ ദാൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ PA ഗ്രേറ്റർ ദാൻ P0A chi Aയും PB ഗ്രേറ്റർ ദാൻ P0B chi Bയും, അതായത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വേപ്പർ പ്രഷർ കൂടണം.
എന്റെ വേപ്പർ പ്രഷർ കൂടുന്നു, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പി ബിയുടെ വേപ്പർ പ്രഷർ കൂടുന്നു. അതുപോലെ പി ടോട്ടൽ ചെയ്യുമ്പോഴും കൂടിയിരിക്കുന്നു. പി ടോട്ടൽ ഗ്രേറ്റർ ദാൻ P0 A ഹൈ എ പ്ലസ് P0 B ഹൈ ബി. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിങ് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ വി മിക്സിങ് ഗ്രേറ്റർ ദാൻ 0. അതുപോലെ മറ്റൊന്നുണ്ട് എ ഓർ ബി ബി മോളിക്കുലർ ഇന്ററാക്ഷൻ വീക്കർ ദാൻ. AB molecular interactions are weaker than AA or BB. AB molecular interaction weaker ആയിരിക്കും AA അല്ലെങ്കിൽ BB-യെക്കാളും. എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതായത് രണ്ട് സൊല്യൂഷനുകൾ മിക്സ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ വേപ്പർ പ്രഷർ ധാരാളം പുറത്തേക്ക് വരണം. വേപ്പേഴ്സ് ധാരാളം പുറത്തേക്ക് വരുന്നു. അതായത് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. പോസിറ്റീവ് ഡീവിയേഷന് വേപ്പേഴ്സ് കൂടുതലാണ്, അപ്പോൾ വേപ്പർ പ്രഷറും കൂടുതലാണ്. എങ്ങനെയാണ്? അതായത് രണ്ട് കമ്പോണന്റ് മിക്സ് ചെയ്യുമ്പോൾ എ ഉണ്ട് ബിയും മിക്സ് ചെയ്യുന്നു, രണ്ടും കൂടെ മിക്സ് ചെയ്തുമ്പോൾ AB വരിക. അപ്പൊ AB മോളിക്കുലർ ഇന്ററാക്ഷൻ ഇത് വീക്കാണ്, ഇത് സ്ട്രോങ് ആണ്. അപ്പൊ AA മോളിക്കുലർ ഇന്ററാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്, BB മോളിക്കുലർ ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീക്ക് ആകുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീക്കാണെങ്കിൽ എന്താണ്? വീക്കായിട്ട് നിൽക്കുവാണെങ്കിൽ പതുക്കെ ഹീറ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് പുറത്തേക്ക് വരുന്നു? ധാരാളം വേപ്പേഴ്സ് പുറത്തേക്ക് വരുന്നു. ചെറുതായിട്ട് ഹീറ്റ് ചെയ്യും. ബിക്കോസ് AB മോളിക്കുലർ ഇന്ററാക്ഷൻ ആർ വെരി വീക്ക്. AA മോളിക്കുലർ ഭയങ്കര സ്ട്രോങ് ആണ്, എയും എയും വളരെ സ്ട്രോങ് ആണ്, ബിയും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് വീക്കായി പോകുന്നു. വീക്കാവുമ്പോൾ മെല്ലെ ഹീറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഹീറ്റ് കിട്ടുമ്പോൾ തന്നെ അത് എന്ത് ചെയ്തു പോകുന്നു? വേപ്പേഴ്സ് ആയിട്ട് പോകുന്നു. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിന് വേപ്പർ പ്രഷർ കൂടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 വരിക, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 വരിക? എ മോളിക്കുലർ ഇന്ററാക്ഷൻ ഭയങ്കര വലുതാണ്. അപ്പൊ വളരെ ക്ലോസ് ആയിട്ട് അത് ബോണ്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് റിലേഷൻ ആണ്. ബിയും തമ്മിൽ വളരെ സ്ട്രോങ് ബോണ്ടിങ് ആണ്. AB വീക്ക് ആവുമ്പോൾ, AB വീക്ക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്ററാക്ഷൻ വീക്ക് ആവുമ്പോൾ അതിന് ഒരുപാട് കൂടി നിൽക്കാൻ സാധിക്കില്ല. സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിലേ എന്താവുള്ളൂ? വളരെ സ്ട്രോങ് ആയിട്ടിരുന്നാൽ വോളിയം കുറയും. അതിന് വീക്ക് ആണെങ്കിൽ അത് കുറച്ച് അകന്ന് നിൽക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് എൻഡോതെർമിക് ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് ദാറ്റ് ഈസ് എൻഡോതെർമിക്. എനർജി അത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. എയും ബിയും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ എന്ത് പറ്റുന്നു? അത് AB വളരെ വീക്കാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? എനർജി അത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഈ AA മോളിക്കുലർ ഇന്ററാക്ഷനെ സ്ട്രോങ് ആയിട്ട് നിർത്തണമെങ്കിൽ അതിന് എന്ത് വേണം? എനർജി വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 എൻഡോതെർമിക് പ്രോസസ് ആണ്. ഇനി എക്സാമ്പിൾ നോക്കൂ. എഥനോളും വാട്ടറും, CH2 അസറ്റോൺ, CCl4 CH4 ഒക്കെ എക്സാമ്പിൾ ആണ്. എഥനോളും വാട്ടർ എന്ന് പറയുമ്പോൾ എഥനോൾ എന്ന് പറയുന്നത് എഥനോളും അസറ്റോണും ഒക്കെ പറയാൻ വേണമെങ്കിൽ CH2OH, CH3O, CH3 ഈ രണ്ട് എക്സാമ്പിള് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. കാരണം ഇതിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഈ ഓക്സിജനും ഹൈഡ്രജൻ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പൊ ഇത് AA മോളിക്കുലർ ഇന്ററാക്ഷൻ വളരെ വലുതാണ്. അതിനകത്തേക്ക് നമ്മൾ B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണന്റിനെ ഒഴിക്കുന്നു. സെക്കൻഡ് കമ്പോണന്റിനെ ഒഴിക്കുമ്പോൾ അത് വീക്കായി പോവും. അപ്പം വീക്കായ ഫോഴ്സ് ആണുള്ളത്. അപ്പം നമ്മൾ ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റുന്നു? കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാകുന്നു, വേപ്പർ പ്രഷറും കൂടുതലാണ്. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നു. എപ്പോഴും നമ്മൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മാത്രമേ ഈ ലൈനൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഡോട്ട് ഇല്ലാതെ ലൈൻ. നമ്മൾ നോൺ ഐഡിയൽ വരയ്ക്കുമ്പോൾ എപ്പോഴും ഈ ലൈനുകളെല്ലാം ഡോട്ടായിരിക്കണം. ഇനി ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആയത് കാരണമാണ് ഇത് കുറച്ചിങ്ങനെ മുകളിലേക്ക് ഗ്രാഫ് ഇരിക്കുന്നത്. ഇനി ഇത് നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് പറയാം. നെഗറ്റീവ് ഡീവിയേഷൻ ഇപ്പൊ കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ AA മോളിക്കുലർ ഇന്ററാക്ഷനും BB മോളിക്കുലർ ഇന്ററാക്ഷൻ ഈസ് ലെസ് ദാൻ AB. അതായത് AA ഇന്ററാക്ഷനും BB ഇന്ററാക്ഷനും AB ഇന്ററാക്ഷനും എടുത്താൽ ഇത് വീക്കും, ദിസ് വൺ വീക്ക് ആൻഡ് ദിസ് വൺ ഈസ് സ്ട്രോങ്. അതുകൊണ്ടാണ് നെഗറ്റീവ്. ഇത് വളരെ വീക്കാണ്,
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വീക്കായി നിൽക്കുന്നു, ബിയും തമ്മിൽ വീക്കാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആകുന്നു. കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ വേപ്പേഴ്സ്, പിന്നെ നമ്മൾ കുറേ ഹീറ്റ് ചെയ്തെങ്കിലേ വേപ്പേഴ്സ് വരുള്ളൂ. കുറച്ച് ഹീറ്റ് ചെയ്താൽ വേപ്പേഴ്സ് ഒത്തിരി വരില്ല, അപ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. അതാണ് നെഗറ്റീവ് ഡീവിയേഷനിൽ കാണിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പൊ ഇതെല്ലാം ആദ്യം പറഞ്ഞ എല്ലാം തിരിയുന്നു. PA ലെസ് ദാൻ P0A ഹൈ എ, PB ലെസ് ദാൻ P0B ഹൈ ബി, P ടോട്ടൽ ലെസ് ദാൻ P0A ഹൈ എ പ്ലസ് P0B ഹൈ ബി. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0, ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ 0. അപ്പൊ ഇത് സ്ട്രോങ് ആവുമ്പോൾ കുറച്ചും കൂടി അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ വോളിയം കുറച്ച് കുറഞ്ഞു പോകുന്നു. ഈ ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ അത് എന്താവും? ഈ എക്സോതെർമിക് ആവും. എക്സോതെർമിക്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 മീൻസ് നെഗറ്റീവ്, എനർജി റിലീസ് ചെയ്യുന്നു. ഇനി അതിന്റെ എക്സാമ്പിൾ കൂടെ നോക്കണം. CHCl3, CH3CO, CH3, അതുപോലെ CHCl3, C6H5, വാട്ടർ HCl, വാട്ടർ HNO3, മെത്തനോൾ അസറ്റിക് ആസിഡ് ഒക്കെ നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, ഇനി മറ്റൊന്നും കൂടെ ഉണ്ട്. ഇതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് അസിയോട്രോപിക് മിക്സ്ചർ ആണ്. ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? അസിയോട്രോപിക് മിക്സ്ചർ. അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ വായിച്ചു നോക്കുക. ഡെഫിനിഷനിൽ എഴുതിയാണ് മിക്സ്ചർ ഓഫ് ടു ലിക്വിഡ്സ് വിച്ച് ബോയിൽസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലൈക്ക് എ പ്യുവർ ലിക്വിഡ് ആൻഡ് ഡിസ്റ്റിൽ ഓവർ ഇൻ ദ സെയിം കോമ്പോസിഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ. ദീസ് ആർ ഫോംഡ് ബൈ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അസിയോട്രോപിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷനുകളിൽ കാണിക്കുന്നതാണ്. അതായത് രണ്ട് കമ്പോണന്റിനെ ഒരു പർട്ടിക്കുലർ പ്രൊപ്പോസിഷനിൽ, ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. രണ്ട് കമ്പോണന്റ് പർട്ടിക്കുലർ കോമ്പോസിഷനിലെ കോമ്പോസിഷൻ വേരി ചെയ്യാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ എയിലും ബിയിലും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എയിന്റെയും ബിയിന്റെയും ഏത് കോമ്പോസിഷനിലാണോ നമ്മൾ എ ആൻഡ് ബിനെ മിക്സ് ചെയ്തിരിക്കുന്നത് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വേപ്പേഴ്സ് പുറത്തേക്ക് വരുന്നു. ആ വേപ്പറിന്റെ കോമ്പോസിഷൻ എടുത്താലും നമ്മൾ ആ ലിക്വിഡ് ഏത് കോമ്പോസിഷനിലാണോ എടുത്തിരുന്നത് സെയിം കോമ്പോസിഷൻ ആയിരിക്കും അതിന് എന്തിലും വരുവുള്ളൂ? അതിന്റെ ലിക്വിഡിലും വരുവുള്ളൂ, വേപ്പറിലും ഉണ്ടാവുള്ളൂ. അതായത് രണ്ട് കമ്പോണന്റ് ഉണ്ട്, ആ രണ്ട് കമ്പോണന്റ് ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ മിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ, പർട്ടിക്കുലർ കോമ്പോസിഷനിൽ മിക്സ് ചെയ്തിരിക്കുന്നു, ആ കോമ്പോസിഷനിൽ മിക്സ് ചെയ്തിരിക്കുന്ന ആ സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടിനെ വേപ്പേഴ്സ് പുറത്തേക്ക് വരുന്നു. ആ രണ്ട് വേപ്പേഴ്സിന്റെ കോമ്പോസിഷൻ നോക്കിയാൽ ഏതാണോ അതിന്റെ ലിക്വിഡിന്റെ കോമ്പോസിഷൻ ആ സെയിം കോമ്പോസിഷൻ തന്നെയായിരിക്കും എന്തുരിക്കുന്നത്? വേപ്പറും ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസിയോട്രോപിക് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. മിനിമം രണ്ട് തരത്തിലുണ്ട് അസിയോട്രോപിക് മിക്സ്ചർ. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മറ്റൊന്ന് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Those liquid pairs which show positive deviation. മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പുകൾ യൂഷ്വലി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതായിരിക്കും from ideal behavior. Such asiotropes have boiling points lower than either of the component. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എക്കും ബിക്കും ഒരു പർട്ടിക്കുലർ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് സാധാരണ ബോയിലിംഗ് പോയിന്റിനേക്കാൾ താഴെ, അതായത് കുറച്ച് ടെമ്പറേച്ചറിൽ സാധാരണ കിട്ടുന്ന ടെമ്പറേച്ചറിനേക്കാൾ താഴെ ആകുമ്പോഴേക്കും അത് ബോയിൽ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഉണ്ടോ? എക്സാമ്പിൾ ഇതാണ്. എത്തനോൾ 95.57% എടുക്കുക, വാട്ടർ 4.43% എടുക്കുക. അങ്ങനെയാകുമ്പം അത് ഒരു അസിയോട്രോപിക് മിക്സ്ചറാണ്. അതുപോലെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പം അതിന്റെ രണ്ടിന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ വലിയ ബോയിലിംഗ് പോയിന്റിൽ അതെന്ത് ചെയ്യുള്ളൂ? അതിന് വലിയ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. എക്സാമ്പിൾ വാട്ടർ കോമ്പോസിഷൻ ശ്രദ്ധിക്കുക. ഈ കോമ്പോസിഷനിൽ വേരി ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അസിയോട്രോപ്പാന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് മാക്സിമം ആൻഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. അപ്പം ഏതാണോ ലിക്വിഡ് അവസ്ഥയിൽ എന്താണോ അതിൻ്റെ കോമ്പോസിഷൻ സെയിം കോമ്പോസിഷൻ തന്നെയായിരിക്കും അത് വേപ്പേഴ്സ് ആക്കുമ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അസിയോട്രോപ്പിന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് റവോൾട്ട്സ് ലോയും ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.